ഇന്നത്തെ എരിവും പുളിയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തെ നടുക്കി പൗടിക്കോണത്തെ കാപ്പ കേസ് പ്രതി ജോയിയെ വെട്ടിക്കൊന്ന കേസിൽ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷജീർ, രാകേഷ്, നന്ദുലാൽ, വിനോദ് ഉണ്ണികൃഷ്ണൻ നായർ എന്നീ പ്രതികളെ ശ്രീകാര്യം പോലീസ് പിടികൂടി. മണ്ണ് മാഫിയ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ വിരോധത്തിൽ സംഘത്തിലുള്ളവരെയും 1-ാം പ്രതിയെയും നിരന്തരം ജോയി ഉപദ്രവിച്ചതിന്റെ പകയായിരുന്നു കൊലപാതകം. ഇക്കഴിഞ്ഞ 9-ന് രാത്രിയിലാണ് സംഭവം. ഓട്ടോയിൽ വിഷ്ണുനഗറിലെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ കാറിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ ശ്രീകാര്യം പൗടിക്കോണം സൊസൈറ്റി മുക്കിന് സമീപത്ത് വച്ച് മാരകമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. തകഴിയിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട സംഭവത്തിൽ യുവതിയുടെ കാമുകനും സുഹൃത്തും അറസ്റ്റിൽ. മരിച്ച ശേഷമാണ് കുഞ്ഞിനെ യുവതി കാമുകന് കൈമാറിയത്. ഈ മാസം 7-ന് പുലർച്ചെ 1:30-നാണ് പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത്. ഇവരുടെ പൂച്ചാക്കലിലെ വീട്ടിൽ വച്ചായിരുന്നു പ്രസവം. രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ച് തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന യുവതി ഇൻസ്റ്റഗ്രാം വഴിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പൂർത്തിയാക്കിയ തോമസുമായി പരിചയത്തിലായത്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിനെ കറിവെച്ച യൂട്യൂബർ അറസ്റ്റിൽ. തെലങ്കാനയിലെ സിർസില്ല ജില്ലയിലെ പ്രണയ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. നാടൻ മയിൽക്കറി ഉണ്ടാക്കുന്ന വിധം എന്ന അടിക്കുറിപ്പോടെ ഇയാൾ പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയും വിമർശനം നേരിടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തു. ബോളിവുഡ് താരദമ്പതികളായ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും ഏതാനും മാസങ്ങളായി ബോളിവുഡിലെ സംസാര വിഷയമാണ്. ഇരുവരും വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്നു എന്നതായിരുന്നു ഇതിന് കാരണം. കൂടാതെ ഇരുവരെയും പൊതുവേദികളിൽ ഒന്നിച്ച് കാണാത്തതും വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ. ഒരു പരിപാടിക്കിടെയാണ് മാധ്യമപ്രവർത്തക വേർപിരിയൽ അഭ്യൂഹങ്ങളെക്കുറിച്ച് നടനോട് ചോദിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഊതിപ്പെരുപ്പിച്ചു. സങ്കടകരമാണത്. ഐശ്വര്യയും താനും ഇപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ ആണെന്നും സ്റ്റോറികൾക്ക് വേണ്ടി ഓരോന്ന് ഊതിപ്പെരുപ്പിക്കുകയാണെന്നും അഭിഷേക് ബച്ചൻ പറയുന്നൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ബോളിവുഡ് UK മീഡിയ ആണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. പാൻ മസാല പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് നടൻ മുകേഷ് ഖന്ന. ഇത്തരം പരസ്യങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത് സൂപ്പർ താരങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബോളിവുഡ് ബബിളിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുകേഷ് ഖന്നയുടെ പ്രതികരണം. ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ള വ്യക്തിയായിട്ട് പോലും അക്ഷയ് പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കുന്നു. അജയ് ദേവ്ഗണും ഷാരൂഖ് ഖാനും ഇതേ കാര്യം ചെയ്യുന്നു. കോടികളാണ് ഇത്തരം പരസ്യങ്ങൾക്കായി വാങ്ങുന്നത്. ഇതുവഴി എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്ന് മുകേഷ് ഖന്ന ചോദിക്കുന്നു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയി 4 തവണ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അയൽവാസികൾ. റോയിയുടെ സ്വഭാവ ദൂഷ്യം കാരണം 3 ഭാര്യമാരും അയാളെ ഉപേക്ഷിച്ചു. 4-ാം ഭാര്യ കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ച് മരിച്ചതായും അയൽവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതിക്കെതിരെ BNS 64 ബലാത്സംഗം, 103 കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൊൽക്കത്ത സീൽദ കോടതിയിൽ ഹാജരാക്കി ഓഗസ്റ്റ് 23 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാനന്തവാടി മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറി 2.5 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. എട്ടേനാൽ മുണ്ടയ്ക്കൽ ഉന്നതിയിൽ രാജുവിന്റെയും ശാന്തയുടെയും 2.5 മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞ് അവശനിലയിലാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കോളനിയിൽ എത്തിയ വെള്ളമുണ്ട പോലീസ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു. ഭർത്താവ് രാജു മദ്യലഹരിയിൽ കുട്ടിയെ ചവിട്ടിയതായി ശാന്ത പരാതി ഉന്നയിച്ചിരുന്നു.
തുടർന്ന് രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറി കുഞ്ഞ് മരിച്ചതാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. പാലക്കാട് നഗരത്തിലെ ഡോക്ടർമാരും വ്യവസായിയും ഉൾപ്പെടെ 3 പരാതിയുമായി രംഗത്ത് വന്നത്. നഗരത്തിലെ വ്യവസായിയെ കബളിപ്പിച്ചു കൈക്കലാക്കിയത് 29.70 ലക്ഷം രൂപയാണ്. ഒരു ഡോക്ടറിൽ നിന്ന് 6 ലക്ഷം രൂപയും മറ്റൊരു ഡോക്ടറിൽ നിന്ന് 3 ലക്ഷവുമാണ് തട്ടിയത്. ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ വിലാസത്തിൽ MDMA പോലുള്ള ലഹരി മരുന്നുകളോ വ്യാജരേഖകളോ കൊറിയറായി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ഫോൺ കോൾ തുടങ്ങുന്നത്. ഫോൺ കസ്റ്റംസ്, പോലീസ്, സൈബർ സെൽ പോലുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നുവെന്ന് വിശ്വസിപ്പിച്ച് മറ്റൊരാൾ സംഭാഷണം തുടങ്ങുന്നതാണ് 2ാം ഘട്ടം. യൂണിഫോം ധരിച്ച് ഉദ്യോഗസ്ഥൻ ചമഞ്ഞെത്തുന്നയാളാണ് താങ്കൾ വെർച്വൽ അറസ്റ്റിലാണെന്ന നിലയിൽ ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശേഷം ഭീഷണിപ്പെടുത്തി രൂപ തട്ടിയെടുക്കുകയാണ് രീതി. 77ാമത് ലൊകാർണോ ഫിലിം ഫെസ്റ്റിവലിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള അവാർഡായ കരിയർ ലെപ്പാർഡ് നൽകി ആദരിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റിയായി ഷാരൂഖ് ഖാൻ മാറി. എന്നാൽ അവിടെ റെഡ് കാർപ്പറ്റിൽ വെച്ച് താരം ചെയ്ത ഒരു പ്രവൃത്തിയുടെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ശനിയാഴ്ച ലൊകാർണോ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ സമീപത്ത് നിന്നിരുന്ന പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയെ ഷാരൂഖ് തള്ളി നീക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് വൈറലാകുന്നത്. പലരും ഷാരൂഖിന്റെ രീതിയെ വിമർശിച്ച് രംഗത്ത് എത്തി. തീർത്തും ധാർഷ്ട്യം നിറഞ്ഞ പ്രവൃത്തിയെന്നാണ് ചിലർ വിശേഷിപ്പിച്ചത്. സാധാരണ ഇത്തരം വേദികളിൽ വളരെ മാന്യമായി പെരുമാറാൻ ശ്രമിക്കുന്ന ഷാരൂഖിന് എന്തു പറ്റിയെന്നും പലരും ചോദിക്കുന്ന ചോദ്യം. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന മണിച്ചിത്രത്താഴ് ആധുനിക സാങ്കേതിക വിദ്യയായ 4K ഡോൾബി അറ്റ്മോസിലൂടെ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. ഈ മാസം 17-ന് തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. സ്വർഗചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്വർഗചിത്രയും മാറ്റിനിവ് എന്ന കമ്പനിയും ചേർന്നാണ് മണിച്ചിത്രത്താഴ് പുതുരൂപത്തിൽ പുറത്തിറക്കുന്നത്. മധു മുട്ടത്തിന്റെ മനഃശാസ്ത്ര കഥ 1993 സംവിധായകൻ ഫാസിൽ ചലച്ചിത്രമാക്കി. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന തുടങ്ങി വമ്പൻ താരനിര അണിനിരന്ന ചിത്രമായിരുന്നു. 1993 ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ഗംഗ, നാഗവല്ലി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ശോഭനയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. എല്ലാ ഭാഷകളിലും വൻ വിജയമായിരുന്നു.